ഞാനിപ്പോ എന്റെ രാഘവ കുട്ടറ കാര്യത്തിനേ മോളുടെ അതെ അതെ അവളുടെ വീടിന്റെ കാര്യത്തിന് വേണ്ടിട്ട് ഞാൻ ഇപ്പൊ ഞാൻ മെനക്കെടണേ. അപ്പൊ അത് സർക്കാരിന്റെ വക ഒരു 4 ലക്ഷം ഉറുപ്പ്യ ഉണ്ടല്ലോ. ഉണ്ട്. അപ്പൊ അതിന് നമ്മള് റേഷൻ കാർഡൊക്കെ കൊടുക്കണൊക്കെ കൊടുത്ത് അപ്പൊ അതിപ്പോഴും കിട്ടിയില്ല. ഒന്നും കിട്ടിയില്ലേ? അതിപ്പോ 4 സെന്റ് സ്ഥലം ഞാൻ ഇപ്പൊ എന്റെ മറ്റേ പറമ്പെന്ന് കുട്ടിക്കായിട്ട് പൈസ കൊടുത്ത്. സ്ഥലം ഇല്ലാത്തവർക്ക് ഇത് കിട്ടൂല, സ്ഥലം വേണം. അപ്പോ അങ്ങനെ ഈ 4 ലക്ഷം ഉറുപ്പ്യ നമ്മുടെ കയ്യിലേക്ക് കിട്ടണമെങ്കിൽ ഇനി പണി കുറെ ഉണ്ടെന്നാ പറഞ്ഞത്. ഇത് ബന്ധപ്പെട്ട ഇവിടെ ഇരിക്കാൻ പറ്റണില്ലല്ലോ ഹാലാക്ക്. അപ്പൊ ഞാന് അതിനുള്ളൊരു ഇതൊക്കെ കൊടുത്തു. അപ്പൊ ഇത് ഗഡുക്കളായിട്ട് അത്ര ഇത് കിട്ടുക. അതെ. തറ കെട്ടിയ പൈസ തറ കെട്ടാ. ഇനിയിപ്പോ തറ കെട്ടാൻ കഴിയണ്ടേ? ഒരു 50,000 75,000 ഉറുപ്പ്യ എന്താട്ടാ കിട്ടും. അതുകൊണ്ട് തറയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ബാക്കി കായ്ക്ക് പിന്നെ ഇത് പണിത് കാണിച്ചു കൊടുക്കണം എന്നാ പറയണേ. എന്നാലും അത്ര അടുത്ത തരാം. അങ്ങനെ തരുന്നൊക്കെ പറയുന്നുണ്ട്. കിട്ടിച്ച വലിയ ഉപകാരം. ഞാനേ ഇവിടെ ഇരുന്നാ ശരിയാവില്ലൊക്കെ. ഊല വേദനിച്ചിട്ട് ആ എല്ലിന്റെ കൊള്ളു കുത്തിക്കറി നമ്മടെ എല്ലോണ്ട് പണിത മാതിരിയപ്പ. എന്തായാലും ഉണ്ടാക്കി. എന്നാ പിന്നെ മനുഷ്യന്മാർക്ക് ഇരിക്കാൻ പാകത്തിൽ ഉണ്ടാക്കിയൂടെ ഇത് ഹലാക്ക്. എന്ത് പാവം ചെയ്തോട് രാഘവത്തിന്റെ മുകളിലെ കയറിക്കെതിരെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ അവിടെ ചേച്ചിയുടെ ചായക്കടയിലുണ്ടായിരുന്നേ. അപ്പൊ അവിടെ വന്നിരുന്നാ മതിയായിരുന്നില്ലേ? എന്റെ സുഖത ഞാൻ ഇപ്പൊ കുറച്ചേരം ഇരുന്നിട്ട് പൂര വേനിച്ചിട്ട് എൻച്ചായ. ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഓരോന്നും ചെയ്യണതാണ്. ഇതിപ്പോ കണ്ടില്ലേ, നമ്മുടെ MLA പാരിജാതന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 3 ലക്ഷം ഉറുപ്പ്യ ചെലവാക്കിയിട്ട് കെട്ടിയതാ. ഏത് ഇതോ? 3 ലക്ഷം ഉറുപ്പ്യ ഇതിനോ? പിന്നെ ഇതിനു അല്ല സുഖത. അങ്ങനെ വെച്ചപ്പോ സർക്കാർ നമുക്കൊരു വീട് വെക്കാൻ തരുന്ന ഫണ്ട് എത്ര വെച്ചണ്ട? 4 ലക്ഷം ഉറുപ്പ്യാണ്. അതെ. അതിലൊരു റൂമുണ്ട്, ഒരകുണ്ട്, ഒരു അടക്കള ഉണ്ട്, ഒരു കോലായി ഉണ്ട്. ഒക്കെപ്പാട് സാധനമൊക്കെ കൂടി വാർത്തും തരും സർക്കാർ. അതിന് 4 ലക്ഷം ഉറുപ്പ്യ 4 ലക്ഷം ഉറുപ്പ്യാണ് അതിന് തരിക. പിന്നെ ഇപ്പൊ ഈ 4 ലക്ഷത്തിൽ കൂടെ ഇപ്പൊ ഈ തൊഴിലുറപ്പിന് പോണവർക്ക് ഒരു 35,000 ഉറുപ്പ്യ വേറെയും കിട്ടും. എങ്ങനെ ആയാലും ഒരു 4:35 ഇപ്പൊ ഈ വീട് പണിയണത്. ആ കാശിന് അത് പണിയാന്ന് അവർക്ക് അറിയാം. അപ്പൊ പിന്നെ ഇതിന് 3 ലക്ഷം എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇതിപ്പോ MLA ഫണ്ടാണെന്നാ പറയുന്നത്. ജനങ്ങളുടെ പൈസ. ഇപ്പൊ 3 ലക്ഷം കൊടുത്തിട്ടുണ്ടാവില്ല, പോക്കറ്റിലേക്കേ പോയിട്ടുണ്ടാവില്ലേ? ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അടുത്ത ഇലക്ഷന് വരുമ്പോ പിടിക്കുക, എന്നിട്ട് MLA-യുടെ എല്ലാം ഊരിയിട്ട് ഇതേമാതിരി അങ്ങോട്ട് പണിയാ. ബെസ്റ്റോ നമ്മുടെ എന്റെയൊക്കെ നല്ലപ്പം പ്രായമായിരുന്നുണ്ടല്ലോ ഞാൻ പ്രതികരിച്ചേനെ. ഇതൊന്നും അറിയണല്ലോ നമുക്ക്. ഇതിന് എത്ര ഉറുപ്പ്യ വരുന്നൊന്നും അറിയണല്ലോ. നടത്തുന്ന മൊയ്തുല്ലേ? നാളെ രാവിലെ ഒരു 10 മണിക്ക് രാഘവൻ അവനെ കൂട്ടിയിട്ടുണ്ട് വാ. ഞങ്ങൾ രണ്ടാളും ഇവിടെ വന്ന് ആയിക്കോട്ടെ. ഇത് അറിഞ്ഞിട്ട് നീ ഉമ്മ ഇരുന്നാ മതി. അതെ, നമ്മുടെ കോമ്പാറ ജംഗ്ഷനിൽ പുതിയ ഹൈമാക്സ് ലൈറ്റ് ഉദ്ഘാടനം ചെയ്തില്ലേ? ഞാൻ അതിന്റെ പടം അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അതെടുത്ത് എന്റെ പേജിൽ ഇട്ടിട്ട് നമ്മുടെ സൈബർ പിള്ളേരെ കൊണ്ട് ഒരുപാട് കമന്റ് അതിൽ ചെയ്യിക്കണം. അതെന്തിനാ ഞാൻ പറഞ്ഞു തരുന്നത്? പാരിജാതൻ MLA ഈ മണ്ഡലത്തിന്റെ ഐശ്വര്യം. ഇങ്ങനെ ഒരു MLA കിട്ടിയത് നമ്മുടെ ഭാഗ്യം. ഹൈമാക്സ് ലൈറ്റ് അനുവദിച്ച പാരിജാതൻ MLA-ക്ക് അഭിവാദ്യങ്ങൾ. 100 പൂച്ചെണ്ടുകൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി വിട്. നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല, അത് ജനങ്ങളിലെത്തണ്ടേ. ഇനിയും ഒരുപാട് ഫണ്ടുകളുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നിങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യിക്കുക. അതിന്റെ പെർസെൻറ്റേജ് ഇവിടെ എത്തിയാൽ മതി. പിന്നെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും നമ്പർ കാണിച്ചെങ്കിലല്ലേ നമ്മളിവിടെ MLA ആയിരുന്നു എന്നുള്ളൊരു തെളിവുണ്ടാവുള്ളൂ. എഴുതി വെക്കണം. എന്ത് ചെറിയ കാര്യം ചെയ്താലും വലിയ ബോർഡ് എഴുതി വെക്കണം. ഇപ്പൊ ഹൈമാക്സ് ലൈറ്റും വെച്ചത് നന്നായിട്ടുണ്ട്. പിന്നെ പൈസയുടെ കാര്യമൊന്നും അത്രയും വലിപ്പത്തിൽ എഴുതേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ വെറുതെ ആളുകളെ അറിയിപ്പിച്ച് ഒരു ചർച്ചയാക്കാന്നല്ലാതെ. ശരിയപ്പ കേട്ടാ. ഇവിടെ വന്ന് വാങ്ങിക്കോ, ഞാനിവിടെ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ സാറേ, അതെ, നമ്മളിപ്പോ പഞ്ചായത്തിന് മറ്റേ ബസ് സ്റ്റോപ്പ് പാസ്സാക്കിയല്ല. ആ ബസ് സ്റ്റോപ്പ് പാസ്സാക്കിയിട്ട് ബാക്കിയില്ല പഞ്ചായത്ത് ഒന്നാകെ വരെയെന്ന്. നമുക്കും ബസ് സ്റ്റോപ്പ് പോകണം, ബസ് സ്റ്റോപ്പ് പോകണം. ബസ് സ്റ്റോപ്പ് നമുക്ക് അനുവദിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്ത്? ബസ് സ്റ്റോപ്പും ആ സ്ഥലത്തിന്റെ പേരിലേലും എന്റെ പേര് വലുതായിട്ട് എഴുതി വെക്കണം. അത് പക്ഷെ അടങ്കൽ തുക കൂടുതലാന്ന് പറഞ്ഞിട്ട് 2-3 ആൾ കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. അതിനൊരു പണി ചെയ്താ പോരെ? ഇവിടുത്തെ പ്രവർത്തകരെ വിട്ടിട്ട് നമ്മുടെ പോയ പോസ്റ്ററൊക്കെ ഇരിപ്പില്ലേ ഇവിടെ?
എന്തെങ്കിലും വാഹനജാഥ ധർണയുടെ പോസ്റ്റർ ആ പൈസ കാണിച്ചതിനോട് ഒട്ടിച്ചു വെക്ക്. ഒരു പോസ്റ്റർ അവിടെ ഇരുന്നാൽ പിന്നെ ആളുകൾ അത് കൊണ്ടുവന്ന് കുറെ ഒട്ടിച്ചോളൂ, അതങ്ങോട്ട് പോവും. അപ്പൊ ഇത് ഒട്ടിച്ചു കഴിഞ്ഞാ പൈസ കാണുമല്ലോ. പൈസ കാണണ്ട, എന്റെ പേര് മാത്രം കണ്ടാ മതി. അത്രേ വേണ്ടു. മതി. ഇനി ഇതൊക്കെ എന്ന് പഠിക്കാനാണ് നിങ്ങള്? ശരിയാണ്. ഞാൻ ചോദിക്കാം സാറേ, നമ്മളിപ്പം കോട്ടിക്കൊള്ളുന്ന കുപ്പേര വരെയുള്ള സ്ഥലം ഉണ്ടല്ലോ, റോഡ്, നമ്മൾ ആ ഭാഗത്ത് പോകണ്ട. ഇപ്പം ഹൈവേ അത് ഞാൻ മിനിയാന്ന് അതിലേ പോകുമ്പോ ഭയങ്കര സന്തോഷം ജനങ്ങൾക്ക്. MLA ഉള്ള റോഡ് അത് എനിക്ക് ഒരുപാട് അഭിനന്ദനം കിട്ടി. പക്ഷെ അത് നമ്മുടെ റോഡല്ല, അത് MP ഫണ്ടിൽ നിന്ന് ചെയ്തതാണ്, അയാള് ചെയ്തതാണത്. MLA പ്രാദേശിക അല്ല 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 അല്ല, അവർക്കറിയില്ല. ആളുകൾ മുഴുവനും ഞാൻ ചെയ്താന്നാണ്. ഞാൻ പോയി പറയാം നമ്മളതല്ല. വേണ്ട, പറയണ്ട, അങ്ങനെ പറയാൻ നിക്കണ്ട. നമ്മൾ ചെയ്തതിൽ അയാൾക്കും പേര് കിട്ടണ്ട, അയാള് ചെയ്ത വലിയ വലിയവർക്ക് എനിക്കും പേര് കിട്ടണ്ട്. അതിപ്പോ അത് വ്യക്തത കൊടുക്കണ്ട. അതെന്തായാലും നല്ല കാര്യം. അതെ, ആ MP ഫണ്ടിൽ നിന്നേ സാറേ, ആ MP ഫണ്ടിലോട്ട് നിർദ്ദേശിക്കാനുള്ള ഒരു ഫയലില്ലേ, എടുക്കത്. പിന്നെ വേറൊരു കാര്യമുണ്ട് സാറേ, നമുക്കൊരു ചെറിയൊരു സംശയമുണ്ട് സാറേ. സാറേ അല്ല സാറേ, പഠിക്കുമ്പോഴേ ഇല്ലൊരു സംശയമാണ്. 5-8 കൊല്ലം സ്കൂളിൽ പഠിച്ചു ഞാൻ, ഉപേക്ഷിച്ച് രാഷ്ട്രീയം പഠിച്ചല്ലോ. പിന്നെ ഇതിപ്പം 1-2 സമയത്ത് എനിക്ക് ഇങ്ങനെ മനസ്സിൽ തേട്ടി വരുന്നു. നമ്മുടെ രാജ്യം ഇന്ത്യ, മുകളിൽ തന്നെ ഒരു കുഴപ്പമില്ല. എന്താ കൊണ്ടാ? ഇല്ല ഇല്ല, മുകളില് നിങ്ങൾ ആലോചിച്ചൊക്കെ ഇതിന്റെ, ഞാൻ നേരത്തെ നോക്കും ന്യൂസിലാൻഡ് അടിയിലിതാ എടുത്തത് താരൊക്കെ വീണൂലേ വെള്ളത്തിലേക്ക്, എങ്ങനെ പിടിച്ചിരിക്കും സാറേ ഇതാ? ജാതി മെനകെട്ടവന്മാര് കൂടെ ഉള്ളതുകൊണ്ടാണ് മനുഷ്യന്റെ പേര് പോണത്. നീ എന്തിനാണ് ഇങ്ങനെ നിക്കണ? അവിടെ ഇരിക്കേ, അവര് വരണ്ടേ? നേരത്ര വെച്ചിട്ടാ എങ്ങനെ ഇരിക്കണതിന്റെ മുകളില് അന്റെ ഇരിപ്പന്നെ കാണുമ്പോ ഇത് വീഴാണ്ടിരിക്കും പിടിച്ചിരിക്കണ വരെയൊക്കെ തോന്നും. എടാ ചങ്ങാതി, ഇതിപ്പോ ഈ MLA ഫണ്ട് എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ഒരു സാധനം പണിയുമ്പോ ഇതിങ്ങനെ ഇങ്ങനെ പൈപ്പ് വെച്ച നേരം ഇതിനൊരു തകിടടിച്ചെങ്കിൽ അതിന്റെ മുകളിൽ സുഖമായിട്ടിരുന്നൂടെ? അപ്പൊ ആൾക്കാർ വന്നിരിക്കൂലേ? ഇപ്പൊ കാലിലെ ആണി കാരനാണ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്. ഊര വരച്ചിട്ട് വയ്യപ്പോ എന്റെ കാലിൽ ആണിയുണ്ട്, ആ ആണിയും കൂടി ഈ കാലുമല്ല. അതപ്പ ഞാൻ ഇരിക്കാത്തത്. രാഘവട്ടത് എത്ര നേരമായി ഇയാള് പണിയിലായിപ്പോയി. അതിനോടൊരു പണിയില്ല, പണി കഴിഞ്ഞിട്ട് വരണ്ടേ മൊയ്തൂരെ? ഞാനവിടെ ആ അംസക്കാന്റെ പീഡിയന്റെ പണി ഉണ്ടായിരുന്നു. അത് ശരി, അടുത്തിന് പോതാ. എന്താ പരിപാടി ഇത്? പറഞ്ഞു കൊടുക്ക്. ഇപ്പൊ ഇത് കണ്ടില്ലേ മൊയ്തോ? ആ കണ്ട്. ഇതിപ്പോ ഒരു വെയിറ്റിംഗ് സെറ്റാണ്. അതായത് ആൾക്കാർ മഴയും വെയിലും കൊള്ളാണ്ടേ ബസ് കാത്തു നിൽക്കാനുള്ളതാ. അപ്പത് കൊള്ളല്ലോ. MLA പാരിജാതന്റെ വകയാണിത്. എന്താ പറഞ്ഞു? പാരിജാതൻ MLA വക എങ്ങനെ ആവണ്? ഇത് മനുഷ്യരെ ജനങ്ങളെ അടച്ച നികുതി കായ് എടുത്തിട്ടാണ് MLA ഈ ഫണ്ട് കൊടുക്കണം, അല്ലാണ്ട് MLA ശമ്പളത്തിൽ നിന്നല്ല. അല്ല ഞാൻ ഇപ്പൊ എന്താ വേണ്ടി ആവറി ഇതിന്റെ എസ്റ്റിമേറ്റ് ഒന്ന് എടുക്കണം. ഇന്ത്യ അങ്ങോട്ട് മാറിക്കുന്നു. എന്താ കാട്ടിന്? ആമ തൂങ്ങിയപ്പോ എല്ലാം കൂടി പോവപ്പോ. എന്താ സംഗതി? സ്വർണ്ണമൊന്നല്ല, ഇരുമ്പന്നെ. ഏത് ഇരുമ്പാണെന്ന് നോക്കൂ. സ്ട്രോങ് ഉള്ളതാണോ? അതിന്റെ വില കണക്കാക്കണ്ടേ? പണ്ട മുട്ടണ്ട അതില് ഇതപ്പോ എത്ര അളവിന്റെ എനിക്കിപ്പോ ഇങ്ങനെ നോക്കിയാ മനസ്സിലാവില്ല അല്ലേ? ഓക്കെ, ഞാൻ ശരിയായി തരാം. ഇപ്പൊ ശരിയായി തരാം. അതിവിടെ ഇതിന്റെ അത് പിടിച്ചോടിയാണ്. ഇത് പിടിക്കും. ഞാൻ പറയണ അതിനകത്ത് എഴുതിട്ടോ. പിടിച്ചോടി. അത് എഴുതിക്കാണോ? 78. എത്ര ഉണ്ടോ? ഒരടിയല്ലേ ഉള്ളത്? 12. ഒരടിയില് 3 കമ്പി വെച്ചാവുമ്പോ ഇരുത്തുക ആൾക്കാരനെ. ഇങ്ങോട്ട് വരും ഒരാൾ. നിങ്ങളെ എഴുതിയാ മതി. നിങ്ങൾ തോന്നി പിടിക്കുക. ഞാനാ പിടിച്ചിട്ട്. വേണ്ട, അവന്റെ കാലും ആണിയാണ്. ഞാൻ പിടിക്കണോ? 16 കോയക്കാ. ഇതിന് 3 ലക്ഷം ഒന്നും വരില്ല കേട്ടോ. പിന്നെ എത്ര വരും? ഇതിപ്പോ ഭംഗിയിൽ എന്റെ ഭാവന ചെയ്യണമെങ്കിൽ ഒരു 1.5 ലക്ഷം റുപ്യാണ് ചെയ്തത്. എത്ര? 1.5 ലക്ഷം. 1.5 വരുമോ? 1.5 വരില്ല. പിന്നെ നീ ചെയ്യുകയാണെങ്കിൽ 1 ഉറുപ്പ് വരും. പിന്നെ കമ്പി വേണ്ടേ? എത്രയും കമ്പി വേണ്ടേ? ആസ്പെറ്റോസ് വേണ്ടേ? വെൽഡ് ചെയ്യണ്ടേ? 2 ദിവസം പണിയില്ലേ? അത് ശരി. അപ്പൊ ഈ ഗവൺമെന്റ് എഞ്ചിനീയറിനെറ്റ് മേലാണല്ലോ ഇപ്പൊ ഇജ്ജ് പറയണത്. ഇതിപ്പോ 3 ലക്ഷം റുപ്യ
അത് ഗവൺമെന്റിന്റെ പണിയാകുമ്പോന്ന് വിചാരിക്കാം. പനക്കന്നെ 1.5 വേണം. അല്ല 1.5 ഇങ്ങക്ക് പണിയുണ്ട് അവര് പണിയാനല്ലടോ ചങ്ങായി, അതിന്റെ എസ്റ്റിമേറ്റ് എടുക്കാനല്ലേ പണിയോട് വരാൻ പറഞ്ഞു. അപ്പൊ പണിയാനല്ല എന്നെ വിളിച്ചത്. 3 ലക്ഷം 3 ലക്ഷം എന്നല്ലേ പറഞ്ഞിനോ? അത് പറഞ്ഞില്ല. നിങ്ങളെ പോലത്തെ ആളല്ലേ ഇത് കണക്കാക്കാൻ പറ്റും. എസ്റ്റിമേറ്റ് ഒക്കെ നോക്കാൻ ആരെങ്കിലും വിളിച്ചാൽ തിരക്കിൽ ഇതിനെ വിളിക്കേണ്ട കാര്യമുണ്ടോ? ഇത് പണി അറിയണ ആളല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. എന്നാ പറഞ്ഞ പന്നെ പൊള്ള എന്റെ അടുത്ത് പറയണ്ട് 1.5 ലക്ഷം റുപ്യ എന്ന് പറഞ്ഞു. 1.5 ഇതിപ്പോ എസ്റ്റിമേറ്റ് അറിഞ്ഞാൽ മതി നിങ്ങൾക്ക്. അത് മതി. 60 റുപ്യ ഉണ്ട് ചെയ്യാം. അപ്പൊ ഈ 1.5 പറഞ്ഞായി അതിന്റെ പൈസയാണ്. പണിയെടുക്കുകയാണെങ്കിൽ കമ്മീഷൻ അടക്കാണ് ഇപ്പൊ ഇത് പറഞ്ഞത്. അത് ശരി. ഈ പണി വെച്ചാൽ 1.5 റുപ്യ വരും. വേറെ ആരെങ്കിലും വെച്ചാൽ 60. വേറെ ആരെങ്കിലും 60 റുപ്യ അതിനല്ലോ. 60 റുപ്യയുടെ സാധനത്തിനാണ് ഇപ്പൊ 3 ലക്ഷം റുപ്യ ചെലവായി എഴുതിയിരിക്കുന്നത്. അത് അങ്ങനെയാണ്. സർക്കാരിന്റെ അല്ലേ? പക്ഷെ എന്തൊരു കഷ്ടം. ഇതിപ്പോ ആരപ്പോ ഈ 3 ലക്ഷം റുപ്യക്ക് ഇത് പണിതുണ്ടാവുക? എഞ്ചിനീയർ. ഇതിലും എഞ്ചിനീയറാ. പിന്നെ എഞ്ചിനീയർ വേണ്ടേ? ഇത് MLA ഫണ്ടാണല്ലോ സംഭവം. അത് കളക്ടറായിട്ട് അനുവദിക്കൂ. പിന്നെ നമ്മളെ പഞ്ചായത്തിലെ മറ്റേ എഞ്ചിനീയറല്ലേ മണ്ടോതിരി മേഡല്ലേ? പണ്ടോതിരിയാണല്ലോ ഇത് ചെയ്യണത്. അത് ശരി. ഓരാണ് പണിയെടുപ്പിക്കണേ. അപ്പൊ ഈ 60 റുപ്യക്ക് 2.40 കൂട്ടി മേടിച്ചേക്കല്ലേ ശരിക്കും പോയിട്ടോ? നിങ്ങൾക്കൊക്കെ ഇതിന്റെ കണക്ക് ശരിക്കും അറിയണല്ലേ? അപ്പൊ ഒന്ന് പോയി ചോദിച്ചോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചെറിയ ചെറിയ പണിയിരുന്ന പിന്നെ നമ്മളവിടെ പോയിട്ട് തൊള്ള കൈയിടണോ? നമ്മുടെ സർക്കാരിന്റെ പൈസ അല്ലേ ഇത്? ഇതിങ്ങനെ നേതാക്കന്മാരും ആൾക്കാരും കട്ട് തിന്നുമ്പോ ഒന്ന് ചോദിച്ചൂടെ, പ്രതികരിച്ചൂടെ? ഈ കുടിയിലേക്ക് കാര്യം നീട്ടാറേ ഞങ്ങൾ വേണോ അത് പ്രതികരിക്കാൻ? അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പണിയൊക്കെ എടുത്ത് നടക്കണ ആളല്ലേ. എനിക്ക് എപ്പോഴെങ്കിലും ഒരു പണി ഇട്ടണ നടന്നാ എന്തിലായിക്കോട്ടെ. ഈ ഇപ്പൊ സംഗതി പറഞ്ഞു തന്നല്ലോ. അതെന്നെ പിന്നെ ഒരു 250 റുപ്യ കടിക്കും. എന്താ ഇനി ഞങ്ങക്ക് പണിയണ്ട. അല്ല പണിയാനല്ല, ഞാൻ എസ്റ്റിമേറ്റ് എടുത്തു തന്നില്ലേ? അതിന്റെ അത് വെറുതെ ആയിട്ട് എടുക്കല. അവിടെ പണിയെടുത്ത നാസറിന്റെ പീടിയിൽ പണിയെടുത്തോണ്ട് അവിടെ മനുഷ്യൻ വന്ന് എന്നെ വിളിച്ചേ. അപ്പൊ നാസർ നാസർ കായറിന് അവിടെ പണിയെടുക്കണേ. അവിടെ പണിയെടുത്തതിന് ആരായിരുന്നു എനിക്ക്? ആയിക്കോട്ടെ. എത്ര കായ് നശിച്ച് നാറാണ കല്ലുത്തി പോണ്. അതിനുള്ള കായല്ലേ വേണ്ടോ? അതെ. ഒരു 200 റുപ്യ അങ്ങോട്ട് തരൂ. ഇത് വെച്ചാളി മതി. നീ 50 റുപ്യുള്ള ഞങ്ങക്ക് ചായ കുടിക്കാനുള്ള. അതുകൊണ്ടാണ്ട് തൃപ്തി പറ്റാതെ ബാക്കി ഇതിന്റെ 3 ലക്ഷത്തിന്റെ 2,400 അവിടെ പോയി ഉള്ളടന്ന് മേടിച്ചോളി. പ്രതികരിക്കണം. പ്രതികരിച്ചോളി. ഇന്ന കൂട്ടണ്ട. ഞാൻ എന്റെ പണിയെടുക്കട്ടെ പോയിട്ട്. 200 റുപ്യ കായ് കിട്ടിയില്ലായിരുന്നു. 250 റുപ്യ എന്തിനാ കായ് കിട്ടിയില്ലെങ്കിൽ? അവിടെ അത്ര തിരക്ക് പണി എടുക്കുമ്പോഴാണ്. ഇവനെ പോലുള്ള ആൾക്കാർ ഈ നാട് നേരാവില്ല കേട്ടോ. ഈ ജാതി സാധനങ്ങൾ മൂത്ത് വലുതായിട്ടാണ് ഇതേപോലത്തെ പണി എടുത്തിട്ട് എഞ്ചിനീയർമാരായി കായ് മേടിക്കണതേ. മനസ്സിലായപ്പോ അവനിപ്പോ 10-200 റുപ്യ എടുത്തിട്ട് ഇപ്പൊ ഇതിന്റെ യഥാർത്ഥ കാശ് അറിഞ്ഞിട്ട് ഇനിയിപ്പോ എന്താ കാര്യം? ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോണ്? അടുത്ത പരിപാടി എന്താ വെച്ചാ ഈ കായ് കണ്ട കായ് ഇതിന് മേടിച്ചിട്ടുള്ള സിവിൽ എഞ്ചിനീയർ ആരാച്ചാ അവരെ പിടിക്കുക. അതിനിപ്പോ ഇന്ന് നാളെ പഞ്ചായത്ത് ഒഴിവല്ലേ, എങ്ങനെ പോയി കാണാൻ പറ്റുക? പഞ്ചായത്തിലേക്ക് പോകണ്ടോ ഓരോ കൂടിയിലേക്ക് പോകണം. ഈ മണ്ഡലത്തിന്റെ വീട്ടിലേക്കോ? അല്ല ഇപ്പൊ തന്നെ പോണോ? ഇപ്പൊ ചെയ്യേണ്ട പണി ഇപ്പൊ തന്നെ ചെയ്യേണ്ട സുഖത. എന്തപ്പോ ഇവിടെ അടച്ചു കുറ്റി ഇട്ടേക്കണ്. ഇവിടെ ആർക്കും കടക്കൊന്നും വേണ്ട. അങ്ങോട്ട് തുറന്ന് അങ്ങനെ ഇടാങ്ങോട്ട് അവിടെ നടക്കട്ടെ. അയ്യല കായും പിടുങ്ങി അല്ലേ? ഇപ്പൊ ഈ വെയിറ്റ് ഷെഡ് പോലെ തന്നെ ഈ റോഡിന്റെയും കുളത്തിന്റെ ഒക്കെ എഞ്ചിനീയർ ഇപ്പൊ ഈ സിവിൽ എഞ്ചിനീയർ ആണ് ഓര്. അതായത് ഗവൺമെന്റ് പണികൾ എടുക്കണ എഞ്ചിനീയറാണ്. അപ്പൊ ഇങ്ങനെയുള്ളവർക്കാണ് അതിന്റെ കൊട്ടേഷൻ കിട്ടുള്ളൂ. അപ്പൊ അവര് തമ്മിലുള്ള ഒരു കളിയത്. പുറമെ എന്തോരം പോന്നോളി. എന്തായി കാണിക്കണേ? ആളില്ലാത്ത വീട്ടിൽ കയറിയിരിക്കുക. അവര് ഇരിക്കാൻ പറഞ്ഞാലും ഇരിക്കണ്ട്. ഇങ്ങനെ പോന്നോളിടോ. നമ്മള് നികുതി അടച്ച കായ് തന്നെ ഇപ്പൊ അതൊക്കെ. ഇവർക്ക് അല്ലാണ്ട് എവിടുന്ന ശമ്പളം കിട്ടണ? ഇത് കയറി കുത്തിയിരുന്നാളി. പിന്നെ ഇരിക്കാം. ഇവിടെ ഇപ്പൊ ആരല്ലേ? ആ ബെല്ലൊന്നും അടിച്ച സൂതാജ് എഞ്ചിനീയർ അല്ലേ? ബെല്ലൊക്കെ അടിച്ചു. ഇത് പോന്നോളെ പെട്ടെന്ന് തുറന്ന് ആളെ കണ്ട് പേടിക്കണ്ട അവര്. അപ്പോ ഇങ്ങനെയാണ് ഇപ്പൊ ഇതൊക്കെ ഉണ്ടാക്കിയത് അർത്ഥം. ഇവിടെ ആരും ഇല്ലേ? തറക്കടൊന്നുമില്ല. ആളൊക്കെ ഉണ്ടാവും. അമ്മ ഉണ്ടാകത്ത് ഏതാരത്? അമ്മയാവില്ലേ? ഭാര്യ ഉണ്ടോ? അല്ല പെങ്ങള് എഞ്ചിനീയർ ഉണ്ടോ ചോദിക്കണോ? എഞ്ചിനീയർ ഉണ്ടോ അവിടെ? ഒന്ന് വിളിക്കോ?
എന്താ പോവാത്ത്? ഇനി ഇരുന്ന് കൈക്ക് കടയുന്നു. എന്താ പോവാത്ത എഞ്ചിനീയറിനെ വിളിച്ചാലേ ഒന്ന് വിളിച്ചോട്ടാ. എഞ്ചിനീയർ ഒന്ന് വിളിക്കും. എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു അവതാരം? അങ്ങനെയൊക്കെയാണ് ഇപ്പൊ. ഓന്റെ കണ്ണ് കണ്ടോ ഈ ഇന്നലെ സുലൈമാൻ കൊണ്ടുവന്ന അയിലയുടെ കണ്ണ് മാതിരി. സുഖമില്ലാത്ത കുട്ടിയാവൂലേ? സുഖമല്ല, നേരത്തെ പറഞ്ഞ വലിച്ചിട്ടല്ലേ. വലിച്ചിട്ടല്ല, ഓ വലിച്ചോട്ടെ, നാട്ടുകാരെന്ന് വലിക്കാൻ ഞാൻ വരെ വരെ വരെ. ആരാ മനസ്സിലായി? ഞങ്ങളിവിടെ നാട്ടുകാരൊക്കെ ഉണ്ടേ. എന്തായിരുന്നു? അല്ല, ഞങ്ങളെ ഒരു എസ്റ്റിമേറ്റ് ബന്ധപ്പെട്ടൊന്ന് അയ്യോ, സംസാരിക്കാം. അത് ഇവിടെ അല്ല കേട്ടോ, ഓഫീസിൽ വരണം. ഒരു കാര്യം ചെയ്യ്, മറ്റന്നാൾ ഞാൻ ഓഫീസിലുണ്ടാവും. ഒരു 10:30-11 മണിയാകുമ്പോ വന്നോ. അല്ല ഞങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമാണ് ഞങ്ങൾ വന്നത്. എന്താ കാര്യം? എന്താ വേഗം പറയാം, ഞാൻ കുറച്ച് തിരക്കിലാണ്. ഞങ്ങളും തിരക്കിൽ തന്നെ അറിഞ്ഞിട്ട് പോകാനാണ്. നമ്മുടെ ആ പുറക്കുളത്തെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ, അതൊക്കെ പണി കഴിഞ്ഞല്ലോ. പണി കഴിഞ്ഞ് നിങ്ങളല്ല അതിന്റെ എഞ്ചിനീയറുകളല്ലേ? എസ്റ്റിമേറ്റ് ഒക്കെ റെഡിയാക്കി നിങ്ങളെ? അതെ അതെ. അല്ല, അതിന് എത്ര റുപ്യ ചെലവ് വന്നിട്ടുണ്ട്? അതൊക്കെ ഇങ്ങനെ വന്ന് ചോദിച്ചപ്പോ അല്ല, ആ ബസ് സ്റ്റോപ്പിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടാവല്ലോ, MLA ഫണ്ട് അല്ലായിരുന്നു അത്? 3 ലക്ഷം. 3 ലക്ഷം. അപ്പൊ അങ്ങനല്ല, ആ 3 ലക്ഷം റുപ്യാണോ അതിന് ചെലവായേക്കണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അതെത്രയെന്നൊന്ന് പറയാം. അല്ല, എന്താ വിജിലൻസ് കളിക്കാണോ? വിജിലൻസ് ഇപ്പൊ ഈ വേഷത്തിലല്ലേ? പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു എസ്റ്റിമേറ്റ് ഇങ്ങോട്ട് എഴുതി തന്നു, അത് ഞാൻ എഴുതി കൊടുത്തു, അത്രേ ഉള്ളൂ. മൂപ്പര് ഇത് പറഞ്ഞല്ലോ, ഏകദേശം അവരുടെ പണി കഴിഞ്ഞ് ഇത്ര ഉറുപ്പ്യാണ് അവര് എഴുതിയത്. അതാണ് ഇത്ര ഇവര് ചെയ്യുക. അങ്ങനെ ഇവർക്ക് അറിയാൻ പാടുള്ളൂ എന്നാണ്. പുറത്ത് പറയാനും പാടില്ല. അല്ല, അതെ അതെ. അല്ലാതിപ്പോ ഇതുപോലത്തെ എത്ര കാര്യങ്ങൾ ഞാൻ ഒരു ദിവസം ഒപ്പിടുന്നുണ്ട്, അത് ഫോട്ടോ വയ്ക്കാൻ പറ്റുമോ? ആ ബസ് സ്റ്റോപ്പിൽ ഒരാൾക്ക് ഇരിക്കാൻ പറ്റുമോ? ഒരു വയസ്സന്മാരായിട്ടുള്ള ഇരിക്കാൻ പറ്റുന്നുണ്ട്. അല്ല, അതിനൊരു താൽക്കാലിക സൗകര്യം അവിടെ ഉണ്ടല്ലോ, 2 കമ്പ്യൂട്ടർ ഉണ്ടല്ലോ. എന്താ ഞങ്ങളെന്താ തത്തമ്മ കമ്പിമ വന്നിരിക്കാൻ? അല്ല, ഇതിപ്പോ നിങ്ങൾ സ്ഥിരമായിട്ട് ഇരിക്കല്ലോ അവിടെ. 3 ലക്ഷം ഉറുപ്പികയാണ് ഇപ്പൊ ആ വെയിറ്റിംഗ് ഷെഡ് അതന്നെ. അല്ലേ? അത് മനസ്സിലാക്കിയാൽ മതി. ഞങ്ങൾ അതിന്റെ ഒരു എസ്റ്റിമേറ്റ് എടുത്ത് 60,000 ഉറുപ്പ്യ. അതെങ്ങനെ 3 വന്നു എന്നുള്ളത് നിങ്ങൾക്ക് എസ്റ്റിമേറ്റ് എടുക്കാനാണെങ്കിൽ പിന്നെ ഞങ്ങളെ ശമ്പളം ഒന്നും ഇരുത്തേണ്ട കാര്യമില്ല, നിങ്ങൾ തന്നെ അതൊക്കെ ചെയ്താ പോരെ. അങ്ങനെ ചെയ്യാൻ ഒരു കാര്യം ചെയ്യും, എന്തെങ്കിലും ഇനി ചോദിക്കാണ്ടെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ പോയി കാണുക. വെറുതെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യം